അച്ഛനും അമ്മയും ഒരു പരിപാടിക്ക് പോയിരിക്കുകയാണെന്ന് ഫംഗ്ഷന് പോയിരിക്കുക. ഇതുണ്ടോ വെറുതെ കുട്ടികളോടൊക്കെ ചാടാൻ പോകുന്നുണ്ട് ഒരു ചെക്കനൂടെ. ഇതാണ് നമ്മളെ ചെക്കൻ, നമ്മളെ ഹീറോ. വെറുതെ ടൈം പാസ് ആക്കുക കേട്ടോ. അവർക്കൊക്കെ അറിയാം, പരിചയമുള്ള ആൾക്കാരാണ്, അവർക്കൊന്നും പേടിയില്ല. വെറുതെ ചാടുക, പിന്നെ ഒന്ന് പേടിപ്പിക്കുന്ന പോലെ കളിക്കുക, വെറുതെ ഹീറോ ആവാനുള്ള ഇതൊക്കെ. നോക്കുന്നത് വെറുതെ ടൈം പാസ് ആണ്. ശ്യാമമ്മൻ എന്താ ചെയ്യുന്നത് നോക്കാം. ഞങ്ങൾ 3 പേര് മാത്രമേ ഇന്ന് വീട്ടിലുള്ളൂ. അച്ഛനമ്മ എന്തോ പരിപാടിക്ക് പുറത്ത് പോയിരിക്കുകയാണ്. മറ്റാളെവിടെ നോക്കാം. അടുക്കളയിലുണ്ട്. വളരെ അൺയൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണത്. ശ്യാമ അടുക്കളയിൽ തിണ്ണ തന്നെ അവൻ്റെ മുട്ട വരെ വരുന്നല്ലോ. കണ്ടോ, അത്ര ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട്. ഹലോ, എന്തുണ്ട്? ചായ ഇന്ന് ഞാൻ സാധാരണ ഞാനാണ് ഇവിടുത്തെ ചായ വെക്കുന്ന ആളെല്ലാവർക്കും അറിയണ്ടാവില്ല. പക്ഷെ ഇന്ന് ഒരു ന്യൂ ആള് എനിക്ക് ചായ സ്പെഷ്യൽ ചായ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താവും നോക്കാം നമുക്ക്. എന്തായാലും ചായക്കടക്കാർ ഉണ്ടാക്കുന്ന പോലത്തെ ടെക്നിക്സ് ആണ് പോലും. നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം, ഒളിഞ്ഞു നോക്കാം. ഞാൻ കുറച്ച് സീറ്റിട്ട് നോക്കട്ടെ. എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. എന്താവുന്നില്ല. എന്തായാലും കണ്ടിട്ട് നല്ല മണം വരുന്നുണ്ട്. എന്തായാലും ടേസ്റ്റ് അടിപൊളിയൊക്കെ ഒന്ന് വയ്ക്കാം. ഇഞ്ചിട്ട ചായ ആണോ? ഇഞ്ചിട്ട ചായ. പാത്രം കറക്കിയിട്ടൊക്കെ തിളപ്പിക്കുന്ന കാണുന്നുണ്ട്. എൻ്റെ പരിപാടി എന്നറിയാം. എന്തായാലും മണം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. നമ്മളെ ചായക്കാരൻ നമ്മളെ അടുത്ത മോദി ആവാനുള്ള ആളാണ്. ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനമ്മയും വരാത്തോണ്ട് ഒരു കാർ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഈ സ്ഥലം കാലിയാണല്ലോ. അപ്പോൾ അവനൊരു ചെറിയ വിഷമം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും കാണുന്ന ആൾക്കാരെ കാണാണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ഫീലിംഗ്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആവാത്ത ഫീലിംഗ്. അവർ വന്നു കഴിഞ്ഞ് അവരൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് വേണം ഒന്ന് സമാധാനം വന്നു തുള്ളാനും ചാടാനും കളിക്കാനൊക്കെ. ഞങ്ങൾ ടി വിയിൽ ഞാനും ശ്യാമും കൂടുതലും കൂടെ ഒരു സീരീസ് കാണായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സീരീസിൻ്റെ പേരാണ് പോയെന്നറിയില്ല. ഞങ്ങൾ ബ്രേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം. ഹലോ ബച്ചോ, നല്ലൊരു സീരീസാണ് കേട്ടോ. ഇറ്റ്സ് അബൌട്ട് എഡ്യൂക്കേഷൻ, IIT, JEE അതൊക്കെ ഉള്ള സംഭവങ്ങൾ. എൻട്രൻസ് എക്സാമിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു ഫേസിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. ഞങ്ങളിവിടെ രണ്ടുപേരും അങ്ങനെ എഴുതാത്ത ആൾക്കാരാണ്. പക്ഷെ എന്നാലും വളരെ നല്ലൊരു സീരീസ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ നമ്മുടെ ചാവയിൽ അഭിനയിച്ച ആ ഒരു കവിയില്ലേ, അയാളാണ് ഇത്. എന്താണ്, വിനീത് കുമാർ. അയാളാണ് ഇതിലത്തെ മെയിൻ ആള്. വളരെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേരും ഇഷ്ടപ്പെട്ടതുണ്ടോ. ഒരാളുണ്ടോ ഈ പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് തന്നെ ഒരാൾ അവിടെ പോകുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിലെ പൂച്ച കുട്ടിയാണ് കേട്ടോ. എത്ര വലുതായി നോക്ക്. അപ്പം അവനറിയാം എങ്ങനെ ഭക്ഷണം ചോദിച്ച് വാങ്ങണം, ഭക്ഷണം ഇല്ലെങ്കിൽ എങ്ങനെ ചോദിക്കണം, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അതിനറിയാം. അതുകൊണ്ടോ ഇതിലേക്ക് കയറിപ്പോന്നെ ഒരു പേടി തന്നെ സാധനം ഇല്ല. ഇവനിവിടെ കിടക്കുന്നുണ്ട്. ഇവരൊക്കെ ഇവൻ്റെ കൂടെ ഫ്രണ്ട്ലിയാണ്, അതിനൊരു കുഴപ്പമില്ല. ചായൻ്റെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താ പരിപാടി, എത്ര ആയി എന്നുള്ളത്. ഷെഫ്, ചായ ആയോ? ഭയങ്കര സ്പെഷ്യൽ ചായ എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം എങ്ങനെയുണ്ട്. റിവ്യൂ ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ പറയാം. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് എന്തൊക്കെ സംഭവങ്ങൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര ചൈനീസൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ടെക്നിക്സൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. മറ്റേ എന്താണ് തന്തൂരി ചായ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണോ? കപ്പ അതിലിടാൻ വന്നിട്ടാ? ഇല്ല. ഇന്ന് എനിക്ക് ഒരാൾ ചായ ഉണ്ടാക്കാൻ തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ എല്ലാ ദിവസവും ചായ ഉണ്ടാക്കുന്ന ആൾ. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് കേട്ടോ. കൂടുതൽ കുറവാക്കുന്നു. നിങ്ങൾക്ക് എന്താ പറയാണ്ട് ഇന്നത്തെ ചായനെ പറ്റി? എന്താ നിന്റെ അഭിപ്രായം? കുടിക്കുന്നതിന് മുമ്പുള്ള കോൺഫിഡൻസ് എന്താണ്? നല്ല സാധ്യതയുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്യപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ എക്സ്ട്രാ നോക്കാൻ നടത്തിയോ? പാല് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ സംഭവം നോക്കാം നമുക്ക് പുറത്തന്നെ കേട്ടോ. ഒരു ചെക്കൻ ഇവിടെ കിടക്കുന്നുണ്ട്. നേരത്തെ അവൻ കാല് ഉള്ളിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോൾ അവൻ റിലാക്സ് ആയി കിടക്കുന്നുണ്ട്. ഒരു ചെറിയ പൂച്ചക്കുട്ടിനെ കണ്ടിട്ട് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. നോക്കാം സൈഡിൽ കൂടെ. അതവിടെ ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്. പെഡിഗ്രി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പെഡിഗ്രി അല്ല ഇതിനൊന്നും കൊടുക്കണ്ട. ഇത് ഞങ്ങൾ പോറ്റുന്ന കുഞ്ഞുങ്ങളല്ല. പക്ഷേ ജസ്റ്റ്
ഇവിടെ ബബിൾ ഉണ്ട്, പെഡിഗ്രി ഉണ്ട്. കുഞ്ഞ് ജനിച്ചിട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ജനിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് അതിൻ്റെ അമ്മ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇവിടുത്തെ തീറ്റയും കൂടിയൊക്കെ വരും പോവും. ഇപ്പം പഠിച്ചു പോയി ഇങ്ങനെ വരണം, കരയണം, വാങ്ങണം എന്നൊക്കെ അവനറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇയാൾക്കൊരു ഡൗട്ട് വന്നിട്ട് അച്ഛനമ്മ വരാനായോ എന്നുള്ളത്. സമയമില്ല കേട്ടോ, വെയിറ്റ് ആക്കാം. ഓ ചായ കുടിക്കാൻ തണുത്തു പോകുന്നു എന്നുള്ളവർ പറയുന്നുണ്ട് ഇവിടെ. അവിടെ ഉണ്ടാക്കിയ ആളിനെ കുറിച്ചിട്ട് നമുക്ക് റിയാക്ഷൻ നോക്കാം ആദ്യം. എൻ്റെ ചായ നല്ലതെന്ന് എല്ലാവരും പറയാം. എന്നാലും ട്രൈ ചെയ്യാം. ഒരു കുഞ്ഞാൾ വരുന്നുണ്ട് നമ്മുടെ അടുത്ത്, ഒരു കുഞ്ഞാൾ വരുന്നുണ്ട്. കടുപ്പം കൂടുതലാണോ? വെള്ളം കൂടുതലുണ്ടോ കുറവാണോ? പാലുണ്ടോ? എന്താണ് നിനക്ക് മറ്റേ സാധാരണ ചായനെക്കാട്ട് എന്താ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്? സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണോ? തലവേനുള്ള ആളെ തലവേന പോവാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സംഭവം. അമ്പോ നല്ല സ്ട്രോങ് ആയിട്ട്. ഇവിടെ പടം മാറ്റിത്താ എനിക്ക്. പടം മാറ്റിത്താ. എനിക്ക് പാടം ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്കത് ചിലപ്പോൾ അവർ അതിൻ്റെ കൂടെ കുടിച്ചെന്ന് വരും. എനിക്കിത് കണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വിരലും കൊണ്ട് മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് അരിച്ചിട്ടേ കുടിക്കുള്ളൂ. ഇപ്പം നിങ്ങൾ വീഡിയോയിലുള്ളതുകൊണ്ട് അതാ ഇതിവിടെ വന്നിരിക്കുന്നുണ്ട്. ചായ ഞാൻ ഒരാൾക്ക് കുടിച്ചു. നല്ല സ്ട്രോങ് ചായയാണ്. തലവേനയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പോകും, 1-2 ഇറക്കത്തിന്. ഇതുണ്ട് വെറുതെ കരുതുന്നത് ഇതിൻ്റെ ഒച്ച കേട്ടോ. ഞാൻ ഇനി കമ്പനി നടക്കുന്ന ഒരുത്തൻ്റെ അവിടെ ഇവൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി വന്നത് ആളാട്ടോ. അത് കണ്ടോ, ഏതെങ്കിലും പൂച്ചകളും വേറെ ആനിമൽസ് തമ്മിൽ അടി ഉണ്ടാവുന്ന ആൾക്കാരാണ്. ഇത് കണ്ടോ അത്ര റിലാക്സ് ആയിട്ട് കിടക്കുന്നത്. ഇവൻ ചെള്ള് വരുന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെവിടെ വീട്ടിൽ സമ്മതിക്കാത്ത. അല്ലെങ്കിൽ ഇവിടെ താമസിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ക്ഷമം നോക്ക് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. ഇത് നോക്കാനാ നോക്കി പറ്റേ ചെറുത് ഫുൾ റിലാക്സ്ഡാ. ഓ അപ്പം ഞങ്ങൾ ഇത് കാണാൻ തിരിച്ചു പോട്ടെ, നമ്മളെ സീരീസ് കാണാൻ തിരിച്ചു പോട്ടെ. അച്ഛനമ്മ വരുമ്പോഴേക്കും നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ചന്ദനത്തിലൊക്കെ എത്തിക്കണം, ബെഡ്ഷീറ്റൊക്കെ ഇത് മാറ്റണം എന്നൊക്കെ അമ്മ പറയുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ പോയി. ഞങ്ങൾ ഈ സീരീസ് ഞങ്ങൾ കണ്ടിന്യൂ ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ഷാമു എൻ്റെ ചായനെ പറ്റി എന്താ അഭിപ്രായം? ചായ ഓക്കെ, ഓക്കെ. അപ്പോൾ ശരി, ഇതാ അപ്പോൾ അതിൻ്റെ പോയി ബായ് പറയല്ലോ. ബായ് പറയും. ഓക്കെ, ബൈ എന്നാൽ.